കേരളത്തിൽ ബി.ജെ.പി. ആദ്യമായി അക്കൗണ്ട് തുറന്നിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതും സുരേഷ് ഗോപിയിലൂടെ. സുരേഷ് ഗോപിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ തൃശ്ശൂർ സുരേഷ് ഗോപി അങ്ങ് എടുത്തു. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കപ്പെട്ടു സുരേഷ് ഗോപിയിലൂടെ എന്ന് പറയാം. നമുക്കറിയാം, ഇപ്പോൾ ഒരു കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ബി.ജെ.പി. പല പ്രഗത്ഭരായ നേതാക്കളെയും പരീക്ഷിച്ചിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. പക്ഷെ അവർക്കൊന്നും കൈവരിക്കാൻ സാധിക്കാത്തൊരു നേട്ടം സിനിമാ മേഖലയിൽ നിന്നെത്തിയ സുരേഷ് ഗോപിക്ക്, അതായത് മുൻപേ വലിയ കാര്യമായ രാഷ്ട്രീയ പരിചയമൊന്നും ഇല്ലാതിരുന്ന, കക്ഷി രാഷ്ട്രീയ പരിചയമൊന്നും ഇല്ലാതിരുന്ന സുരേഷ് ഗോപി ബി.ജെ.പിയിലേക്ക് വരുന്നു. അദ്ദേഹം മത്സരിക്കുന്നു. അദ്ദേഹം ആദ്യം പരാജയത്തിലൂടെ തുടങ്ങുന്നു. ഇപ്പോൾ ഒരു വലിയ വിജയം, അതും ഒരു ചെറിയ വിജയം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 1,00,000 ലക്ഷത്തിലധികം ലീഡ് അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ ഉയർന്നിരിക്കുന്നു. അപ്പോൾ ഒരു വലിയ നേട്ടമാണ് സുരേഷ് ഗോപി തൃശ്ശൂർ മണ്ഡലത്തിൽ നേടിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അത് നമുക്ക് പറയാം. ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ ഒരു വ്യക്തിപ്രവാഹമാകാം കൂടുതലും തൃശ്ശൂരിനെ സ്വാധീനിച്ചതെന്ന് പറയാം. കാരണം ഇപ്പം 2004 തൊട്ട് നമ്മളെടുത്ത് നോക്കിയാൽ എല്ലാ തവണയും ഒന്നെങ്കിൽ CPM-നെ അല്ലെങ്കിൽ കോൺഗ്രസിനെ മാറി മാറി പിന്തുണച്ച്, ഈ കേരളത്തിൻ്റെ ഒരു ട്രെൻഡ് തന്നെ തൃശ്ശൂരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. CPI-യെ 2004 പിന്തുണച്ചു, 2009 കോൺഗ്രസ്, പിന്നീടും CPI കോൺഗ്രസ്, അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് സുരേഷ് ഗോപി വന്നതോ തൃശ്ശൂരിനെ കൂടുതൽ ബി.ജെ.പിയിലേക്ക് അടുപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സ്റ്റാർ ഇമേജ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ സുരേഷ് ഗോപി തൃശ്ശൂർ ഞാനിങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ തൃശ്ശൂർ നിങ്ങൾ എനിക്ക് തരണം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് ആ രാഷ്ട്രീയ പ്രസ്താവന ഏറ്റവും വലിയൊരു സോഷ്യൽ മീഡിയ ട്രോളായി മാറുകയും സുരേഷ് ഗോപി ഏറ്റവും വലിയ ട്രോളുകളിലൂടെ വേട്ടയാടപ്പെടുകയും ചെയ്തിട്ടുള്ള പ്രസ്താവനയാണ്. പക്ഷേ ആ പ്രസ്താവന ഇന്ന് അദ്ദേഹം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. എന്ന് തന്നെ അതേ തൃശ്ശൂർ എടുക്കുകയാണ് എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയെ കളിയാക്കിയവർക്ക് ഇന്ന് സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തു എന്ന് പറയേണ്ട ഒരു സാഹചര്യം എത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ സ്റ്റാർ ഇമേജ് ആ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് ഏറ്റവും പ്രധാനം കോൺഗ്രസിന്റെ ക്യാമ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു വോട്ട് ചോർച്ച ഇവിടെ ഏറ്റവും നിർണായകമാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ പത്മജ ബി.ജെ.പിയിലേക്ക് പോകുന്നു. പത്മജയ്ക്ക് വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. കാരണം കരുണാകരൻ്റെ മോളാണ്, കരുണാകരൻ്റെ ഈറ്റില്ലമാണ് തൃശ്ശൂർ. അവിടെ തന്നെ കരുണാകരൻ്റെ അതേ കോൺഗ്രസിൻ്റെ ഏറ്റവും അധികാരനായ നേതാവിൻ്റെ മകൾ ബി.ജെ.പിയിലേക്ക് പോകുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തായിരുന്നു പത്മജ എത്തിയെങ്കിൽ സുരേഷ് ഗോപി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു. അത് അവിടെ എടുത്തു വരേണ്ടത് 2% വോട്ട് മാത്രമേ അവർ തമ്മിൽ വ്യത്യാസം ഉണ്ടായിട്ടുള്ളെങ്കിലും സുരേഷ് ഗോപിക്ക് 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ 2ാം സ്ഥാനത്ത് പത്മജ എത്തി. അന്ന് പത്മജയ്ക്ക് ലഭിച്ച വോട്ടിന്റെ വലിയൊരു ശതമാനം ഇന്ന് സുരേഷ് ഗോപിയുടെ തട്ടകത്തിലേക്ക് വീണിട്ടുണ്ട് എന്നുള്ള വലിയ വിലയിരുത്തലുകളൊക്കെ വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ. തീർച്ചയായിട്ടും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ തെറ്റു പറയാൻ പറ്റില്ല. കാരണം ഇത്രയും വലിയ ലീഡിലേക്ക് അല്ലെങ്കിൽ ഒരിക്കലും ഉയരാൻ സാധിക്കില്ല. സുരേഷ് ഗോപി വിജയിക്കും എന്നുള്ള ചർച്ചകളൊക്കെ വന്നിരുന്നെങ്കിലും ഇത്ര വലിയൊരു ലീഡോടുകൂടി സുരേഷ് ഗോപി വിജയിക്കും എന്നാരും പ്രതീക്ഷിച്ചില്ല. അത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. പക്ഷേ സുരേഷ് ഗോപിക്കുള്ള ഏറ്റവും വലിയൊരു സാധ്യത അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിയാകാനുള്ള വലിയ സാധ്യതയുണ്ട്. കാരണം കേന്ദ്ര നേതൃത്വത്തിന് വളരെ പ്രിയപ്പെട്ട ഒരു നേതാവാണ് സുരേഷ് ഗോപി. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ അടക്കമുള്ള നേതാക്കളുമായിട്ട് വളരെ ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാനും ഇവിടെ കേരളത്തിൽ വന്നത് ഏറ്റവും കൂടുതൽ തൃശ്ശൂരിലാണ്. 2 തവണ സുരേഷ് ഗോപിക്ക് വേണ്ടി കേരളത്തിലെത്തുന്നു. മാത്രമല്ല പേഴ്സണൽ മകളുടെ കല്യാണത്തിന് വന്നിട്ടുണ്ട്. അങ്ങനെ നിരന്തരം സുരേഷ് ഗോപിയുമായിട്ട് ഫോണിലൂടെയും അല്ലാതെയും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് ബി.ജെ.പിയുടെ പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കൾ. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം പ്രതീക്ഷിക്കാം എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. കാരണം കേരളത്തിൽ നിന്ന് ഒരു MP കേന്ദ്രമന്ത്രിയാകുന്നു എന്നുള്ള ഒരു വലിയ കാര്യം തന്നെയാണ്. അതേസമയം ഈ ട്രോളുകൾക്കൊക്കെ സുരേഷ് ഗോപി വലിയൊരു മറുപടി നൽകി എന്നും പറയാം. അതിപ്പം കരുണാകരൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇപ്പം കരുണാകരൻ്റെ മകൻ തന്നെയാണ് സുരേഷ് ഗോപിക്കെതിരെ തൃശ്ശൂരിൽ മത്സരിക്കുന്നത്. അദ്ദേഹം 3ാം സ്ഥാനത്തേക്കാണ് ഇപ്പം പിന്തള്ളി പോയിരിക്കുന്നത്. ഈ വടകരയിൽ നിന്ന് മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നതും ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ വിജയത്തെ ബാധിച്ചേക്കാം. കഴിഞ്ഞ തവണ ടി.എൻ. പ്രതാപൻ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ച ആളാണ്. അതാണ് നമ്മൾ ഏറ്റവും ഇതിൽ നിർണായകം. അതായത് യഥാർത്ഥത്തിൽ പത്മജ ബി.ജെ.പി. ക്യാമ്പിലേക്ക് പോയത് മുരളീധരനെ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. കാരണം മുരളീധരൻ പത്മജിക്കെതിരെ വളരെ ശക്തമായി അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കാര്യമായി മുരളീധരനെ ബാധിച്ചിട്ടില്ല എന്നായിരുന്നു പൊതുവെ ഉണ്ടായിരുന്ന വിലയിരുത്തൽ. പക്ഷേ അത് ഇത് വിപരീതമായിരിക്കുകയാണ്. പത്മജ ബി.ജെ.പിയിലേക്ക് പോയത് തീർച്ചയായിട്ടും കോൺഗ്രസ് ക്യാമ്പിനെ തളർത്തിയിട്ടുണ്ട്. മാത്രമല്ല ബി.ജെ.പി. തൃശ്ശൂർ നടത്തിയുള്ള പ്രചരണം വളരെ ആവേശകരമായ ഒരു പ്രചരണമാണ്. ആദ്യം മുതൽ അവസാനം വരെ തൃശ്ശൂരിൽ ബി.ജെ.പി. നടത്തിയ വളരെ ശക്തമായ ഒരു പ്രചരണം. ബി.ജെ.പി. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിച്ച ഒരു മണ്ഡലം കൂടിയാണ്. തീർച്ചയായിട്ടും പല സ്ഥലങ്ങളിൽ നിന്ന് ബി.ജെ.പി. പ്രവർത്തകർ അവിടെ എത്തുന്നു, ക്യാമ്പ് ചെയ്യുന്നു. അവർ ഏറ്റവും മറ്റ് അവരെക്കാട്ടിലും മണിക്കൂറുകൾ അധികം പ്രവർത്തിക്കാൻ പ്രവർത്തകർ തയ്യാറാകുന്നു. അങ്ങനെ ശരിക്കും ബി.ജെ.പി. അവരുടെ പ്രവർത്തകർ വലിയൊരു തെരഞ്ഞെടുപ്പ് പ്രചരണം ഈ മണ്ഡലം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല കോൺഗ്രസിനുണ്ടായിട്ടുള്ള ഒരു വോട്ട് ചോർച്ച സുരേഷ് ഗോപിയുടെ വിജയത്തിൽ നിർണായകമാണ്.
പക്ഷേ LDF-ൽ കാര്യമായ വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതുവരെയുള്ള ഫലങ്ങൾ വരുമ്പോൾ നമുക്ക് അങ്ങനെ തുടങ്ങിയപ്പോൾ തന്നെ സുനിൽകുമാർ ആയിരുന്നു ആദ്യം മുന്നിട്ട് നിന്നിരുന്നത്. പക്ഷേ ഇതുവരെയുള്ള പരിശോധന പരിശോധിക്കുമ്പോൾ LDF ക്യാമ്പിൽ നിന്ന് കാര്യമായ ഒരു വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ല. പക്ഷേ കോൺഗ്രസ് BJP-യുടെ വിജയത്തിന് അവിടെ നിർണായകമായി കോൺഗ്രസിന് വലിയ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. അത് ഈ പ്രചരണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് സുരേഷ് ഗോപി ആണെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അവിടെ ഫ്ലെക്സുകളും കാര്യങ്ങളും ഓട്ടോയിലൊക്കെ ഫ്ലെക്സ് വന്നതൊക്കെ വാർത്തയായിരുന്നു. അപ്പോൾ സുരേഷ് ഗോപി ആണെന്ന് അവിടെ ഉറപ്പിച്ചിട്ട് അദ്ദേഹം നേരത്തെ തന്നെ അവിടെ ഒരു ഗ്രൗണ്ട് വർക്ക് തുടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. അത് തീർച്ചയായിട്ടും റിസൾട്ട് പ്രതിഫലിച്ചിട്ടുണ്ടെന്നും നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കൃത്യമായിട്ട് മനസ്സിലായി. ഇപ്പം TN പ്രതാപൻ മാറുമെന്ന് നമ്മൾ അന്ന് വിചാരിച്ചിരുന്നില്ല. TN പ്രതാപൻ തന്നെ ആകും തൃശ്ശൂരിൽ സ്ഥാനാർത്ഥി എന്ന് തന്നെയായിരുന്നു നേരത്തെ മുതൽ വന്ന വാർത്തകൾ. പെട്ടെന്ന് ഷാഫി അവിടേക്ക് വരുന്നു, വടകരയിലേക്ക് വരുന്നു, പിന്നീട് മുരളീധരൻ ഇവിടേക്ക് വരുന്നു. അത് ആ ഒരു കോൺഗ്രസിൻ്റെ ഒരു അവരുടെ ഒരു മാറ്റത്തിലുണ്ടായ ഒരു റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന്. അതായത് കോൺഗ്രസിനൊരു പാഠമാവാൻ ചിലപ്പം. പക്ഷേ ഷാഫി വടകരയിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം മുരളീധരന് ഇവിടെ ഈ തൃശ്ശൂരിൽ വന്നത് മുരളീധരൻ വന്നത് മാത്രമാവില്ല, സുരേഷ് ഗോപിയുടെ ഒരു പ്രഭാവം കൂടിയാവാം അവിടെ വിജയത്തിന് കാരണം. കാരണം 2004-ലും 2009, 2019-ലാണ് BJP-ക്ക് അവിടെ വോട്ട് കൂടുന്നത്. അതുവരെ 9% വോട്ട്, 11% വോട്ട് വരെ 2014 വന്നിട്ടുണ്ട്. 2019 ആയപ്പോഴത്തേക്കും അത് 28%-ലേക്ക് പോയി. സുരേഷ് ഗോപി 3-ാം സ്ഥാനത്താണെങ്കിൽ കൂടി 2-ാം സ്ഥാനത്തുണ്ടായിരുന്ന രാജാജി തോമസിനേക്കാൾ 2% വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ സുരേഷ് ഗോപി വരുന്നുള്ളൂ. അതാണ് ഈ തവണ അത് മുരളീധരൻ കൂടി വന്നതിൻ്റെ എഫക്റ്റാവും, അവനെ മാറ്റിയതാകാം, എല്ലാം കൂടി സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് തന്നെ ഇത്തവണ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം 2,93,000 ഭൂരിപക്ഷ വ്യത്യാസമായിരുന്നു, അല്ല അത്രയും വോട്ടായിരുന്നു സുരേഷ് ഗോപി നേടിയത്. ഇത്തവണ അതിൽ കൂടുതൽ 3 ലക്ഷത്തിലേക്കാണ് ഇപ്പം റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണുന്നത്. സുരേഷ് ഗോപി അത്രത്തെ വോട്ട് കൂടുതൽ നേടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ കോൺഗ്രസിൽ വന്ന മാറ്റവും എല്ലാം സുരേഷ് ഗോപിയുടെ വിജയത്തിനൊരു പ്രധാന ഘടകമായിട്ടുണ്ട്. ഏതായാലും കേരളത്തിൽ അധികാര രാഷ്ട്രീയത്തിലേക്ക് ഒരു 3-ാം മുന്നണി കൂടി കടന്നു വന്നിരിക്കുന്നു. സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തു എന്ന് മാത്രമല്ല വൻ ഭൂരിപക്ഷത്തിൽ തന്നെ തൃശ്ശൂർ എടുത്തിരിക്കുന്നു. ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ ഒരു വളരെ നിർണായകമായ ഒരു അധ്യായം, ഒരു പുതു അധ്യായം കുറിക്കപ്പെട്ടിരിക്കുന്നു. ഏതായാലും സുരേഷ് ഗോപിയുടെ ഈ വിജയം BJP-ക്ക് കേരളത്തിൽ ഇനിയും വരും ദിവസങ്ങളിൽ, വരും കാലങ്ങളിലേക്കുള്ള വലിയ രാഷ്ട്രീയ സാധ്യതകളിലേക്കൂടാണ് വഴി തുറക്കുന്നത്.